വെറൈറ്റി ഒന്നുമല്ല, പക്ഷെ കുറെ നാളായിട്ട് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു നെക്ക്. ഇത് വരുമ്പോൾ നെക്കിന്റെ ഭാഗത്ത് മിക്സ് ആൻഡ് മാച്ച് പോലെ ഇരിക്കണം. അതിന് പറ്റിയ ഒരു തുണി തപ്പി ഇറങ്ങിയപ്പോൾ വെട്ടുകഷ്ണത്തിൽ നിന്ന് ഈ ഒരു പീസ് കിട്ടി. സംഭവം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുപോലത്തെ ഏതെങ്കിലും മുറി പീസ് ജോയിൻ ചെയ്യാനാണ് എൻ്റെ വിധി. ഞാനത് ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന നിപ്പാണത്. എന്നെ സംബന്ധിച്ച് പിന്നെ ഇതൊന്നും ഒരു പണിയുള്ള കേസേ അല്ല. നേരെ ചൊവ്വയുള്ള പീസാണെങ്കിൽ പോലും അത് വെട്ടിക്കണ്ടിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ അത് റിപ്പയർ ചെയ്ത് സെറ്റാക്കുന്ന ഒരു പ്രത്യേക തരം സൈക്കോണ് ഞാൻ. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. സോ ഗൈസ്, നമുക്ക് ഈ പരീക്ഷണം ഒരുമിച്ച് ചെയ്യാം. സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിൽ ക്യാൻവാസ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് രണ്ടായിട്ട് മടക്കുക. ഇപ്പൊ അടയാളപ്പെടുത്തുന്ന ഒരു 5.5 ഇഞ്ചിലാണ്, പിന്നെ ഒരു 7 ഇഞ്ചാണ്. എന്നിട്ട് ഈ 5.5 7ലേക്ക് ഇത് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. ആ വരച്ചേക്കുന്നതിന് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് അതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് പാറ്റേൺ ഇതേപോലെ കിട്ടും. 2 ഇഞ്ച് വിടുത്താണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഇതുപോലെ കിട്ടും. ഇനി നമുക്കിത് ഈ ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്തോ അയൺ ചെയ്തോ കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത്. അയൺ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നന്നായിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്ത് ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ നെക്കിന്റെ അവിടെ കട്ട് ചെയ്യരുത്. ആം ഹോളിന്റെ അവിടെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിന്റെ നടുഭാഗത്തുള്ള വേസ്റ്റ് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിന്റെ ഈ ക്ലോത്തിന്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഇതുപോലെ പേൾപ്പിൻ കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ നടുഭാഗത്തുള്ള ആ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് എഡ്ജൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ മറിച്ചിടുക. അപ്പോൾ ഇതിന്റെ നല്ല ഭാഗത്ത് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ളതിന്റെ നല്ല ഭാഗത്ത് ഇതുപോലെ കിട്ടും. നമ്മൾ നെറ്റികളിലൊക്കെ ഇത് സ്ഥിരം ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിപ്പോൾ കാണിച്ചേക്കണ പോലെ മടക്കി വെച്ചിട്ട് പതിപ്പിച്ച് അടിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പകുതി പേർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് അറിയാം. ഇതിന്റെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സിമ്പിൾ നെക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് വായിക്കാമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.